ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ 7th ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ്. 7th ചാപ്റ്ററിലെ റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്താണ്, അതിന്റെ ഡെഫിനിഷൻ അത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ നോക്കാം. ഇവിടെ നമുക്കറിയാം ഹേബർ പ്രോസസ്സ് വഴിയാണ് അമോണിയന്റെ പ്രിപ്പറേഷൻ. അതിന്റെ ഗ്രാഫാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ടൈം വേഴ്സസ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ, ഇതാണ് അതിന്റെ ഗ്രാഫ്. നമുക്കറിയാം ഇതിലെ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് റിയാക്ടൻസ് റിയാക്ട് ചെയ്തിട്ട് പ്രൊഡക്ട്സ് തരുന്നതാണ് ഇതിന്റെ ഫോർവേഡ് റിയാക്ഷൻ. ബാക്ക്വേർഡ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ട്സ് എന്ത് ചെയ്യും, ഡീകമ്പോസ് ചെയ്തിട്ട് റിയാക്ടൻസ് തരും. ഇതാണ് അതിന്റെ ബാക്ക്വേർഡ് റിയാക്ഷൻ. ടൈം 0 ആയിരിക്കുമ്പോൾ, അതായത് ഇനീഷ്യലി അവിടെ റിയാക്ടൻസ് മാത്രമുള്ളൂ, അപ്പൊ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഏത് റിയാക്ഷൻ ആയിരിക്കും അവിടെ നടക്കുക, ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. അപ്പൊ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും ആ സമയത്ത്. അപ്പൊ ടൈം 0 ആയിരിക്കും, അതായത് ഈ റിയാക്ഷൻ തുടങ്ങുമ്പോ റിയാക്ടൻസ് മാത്രമേ ഉണ്ടാകുള്ളൂ, അതിന്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതൽ. അതുകൊണ്ട് ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത്. റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വളരെ കൂടുതലായിരിക്കും. പിന്നെ ടൈം പ്രൊസീഡ് ചെയ്യുന്നതോറും റിയാക്ടൻസ് പ്രൊഡക്ട്സ് ആയിട്ട് മാറും. അപ്പൊ എന്ത് പറ്റും, റിയാക്ടൻസിന്റെ എമൗണ്ട് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ അവിടെ കുറയും. അപ്പൊ എന്ത് പറ്റും, അതിന്റെ റിയാക്ഷൻ റേറ്റ് കുറയും. അറ്റ് ദ സെയിം ടൈം ഇവിടെ പ്രൊഡക്ട്സ് ഉണ്ടാകുമ്പോൾ ഈ പ്രൊഡക്ട്സ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, റിയാക്ടൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് ബാക്ക്വേർഡ് റിയാക്ഷൻ അവിടെ എന്ത് ചെയ്യും, പ്രൊസീഡ് ചെയ്യും. പക്ഷേ ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കൂടിക്കൂടിയായിരിക്കും വന്നത്. കാരണം പ്രൊഡക്ട്സ് ഉണ്ടാകും തോറും ഇവിടെ എന്ത് പറ്റും, ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് ഡിക്രീസ് ചെയ്യും, ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഇത് രണ്ടും കൂടി, ഈ രണ്ട് റിയാക്ഷൻ റേറ്റും കൂടി ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ കൂട്ടിമുട്ടണ ഒരു പോയിന്റ് ഉണ്ട്. അതാണ് ഇവിടെ എ എന്ന് പറഞ്ഞ ഡിനോട്ട് ചെയ്തേക്കുന്നത്. ആ ഒരു പോയിന്റ് ആണ് ഇക്വിലിബ്രിയം പോയിന്റ്. അപ്പൊ ഇക്വിലിബ്രിയം പോയിന്റിന്റെ പ്രത്യേകത എന്താണ്, ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റും എന്തായിരിക്കും, അവിടെ ഈക്വൽ ആയിരിക്കും. അതാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. ഓൺലി ദ റിയാക്ടൻസ് ആർ പ്രസന്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ റിയാക്ഷൻ, ദെൻ ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ദ റിയാക്ഷൻ പ്രോഗ്രസ്. അപ്പൊ ഇനീഷ്യലി അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, റിയാക്ടൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഏത് ഡയറക്ഷനിലേക്കായിരിക്കും, ഫോർവേഡ് റിയാക്ഷൻ, ആ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യണത്. വാട്ട് ഹാപ്പൻസ് ടു ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആസ് ടൈം പ്രൊസീഡ്സ്. ടൈം പ്രൊസീഡ് ചെയ്യുമ്പോൾ ഫോർവേഡ് റിയാക്ഷൻ എന്ത് പറ്റും, ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് ഡിക്രീസ് ചെയ്യും ടൈം പോകുന്തോറും. വാട്ട് ചേഞ്ച് ഒക്കേഴ്സ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ആസ് ദ കെമിക്കൽ റിയാക്ഷൻ പ്രൊസീഡ്സ്. അപ്പൊ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ എന്ത് പറ്റും, കെമിക്കൽ റിയാക്ഷൻ നടക്കുന്തോറും പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും അല്ലേ. ദെൻ വാട്ട് ഹാപ്പൻസ് ടു ദ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അങ്ങനെ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് എന്ത് പറ്റും, അതും ഇൻക്രീസ് ചെയ്യും. ഐഡന്റിഫൈ ദ പോയിന്റ് അറ്റ് വിച്ച് ദ റേറ്റ്സ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻസ് ബിക്കം ഈക്വൽ. രണ്ട് റിയാക്ഷനും ഈക്വൽ ആകണ പോയിന്റ് ഏതാണ്, നമ്മൾ പറഞ്ഞു ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റിലാണ് രണ്ട് റിയാക്ഷനും ഈക്വൽ ആകുന്നത്. ഓക്കെ, the stage at which the rate of forward reaction becomes equal to the rate of forward reaction in a reversible reaction is called chemical equilibrium. അപ്പൊ chemical equilibrium എന്ന് പറഞ്ഞാൽ എന്താണ്, റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആകണ സ്റ്റേജ്, അതിനെയാണ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി Le Chatelier എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് അതിനെ കുറിച്ചുള്ള ഒരു പ്രിൻസിപ്പിൾ പ്രൊപ്പോസ് ചെയ്തത്. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്, when the concentration, pressure or temperature of a system at equilibrium is changed. ഒരു ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റത്തിന്റെ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷർ എന്ത് ചെയ്ത് ചേഞ്ച് ചെയ്ത്, അപ്പൊ എന്ത് പറ്റും, the system will readjust itself so as to nullify the effect of that change. നമ്മൾ നടത്തിയ ചേഞ്ച് ഇല്ലാതാക്കാൻ സിസ്റ്റം എന്ത് ചെയ്യും, ഒരു റീഅഡ്ജസ്റ്റ്മെന്റ് നടത്തും. അങ്ങനെ ആ ചേഞ്ച് എന്ത് ചെയ്യും, ഇല്ലാതെ ആക്കും. ആൻഡ് അറ്റൈൻ എ ന്യൂ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം, ഒരു പുതിയൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ത് ചെയ്യും, അങ്ങനെ ആ സിസ്റ്റം അറ്റൈൻ ചെയ്യും. അതാണ് അദ്ദേഹം നടത്തിയ പ്രിൻസിപ്പിൾ. അപ്പൊ എന്താ പറയണത്, കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ ഓർ പ്രഷർ, ഇത് മൂന്നും ഏതെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്താൽ എന്ത് പറ്റും, സിസ്റ്റം ഒന്ന് റീഅഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നടത്തിയ ചേഞ്ച് ഇല്ലാതാക്കാനായിട്ട് സിസ്റ്റം എന്ത് ചെയ്യും, റീഅഡ്ജസ്റ്റ് ചെയ്തിട്ട് പുതിയൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യും. അതാണ് Le Chatelier's പ്രിൻസിപ്പിൾ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ്.
ഓക്കെ. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. At equilibrium, both the reactants and products coexist. നമുക്കറിയാം ഫോർവേഡ് റിയാക്ഷനും ഉണ്ടാകും ഇക്വിലിബ്രിയത്തിൽ, ബാക്ക്വേർഡ് റിയാക്ഷനും ഉണ്ടാകും. അതായത് ഫോർ എക്സാമ്പിൾ അമോണിയന്റെ പ്രിപ്പറേഷൻ എടുക്കണമെങ്കിൽ തന്നെ ഇതാണ് അതിന്റെ റിയാക്ഷൻ. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്കറിയാം ഫോർവേഡ് റിയാക്ഷനും ഉണ്ടാകും, ബാക്ക്വേർഡ് റിയാക്ഷനും ഉണ്ടാകും. അതായത് റിയാക്ടൻസും അവിടെ ഉണ്ടാകും, പ്രൊഡക്ട്സും അറ്റ് ദ സെയിം ടൈം അവിടെ പ്രസന്റ് ആയിരിക്കും. ഇനി ദ റേറ്റ്സ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻസ് ആർ ഈക്വൽ അറ്റ് ഇക്വിലിബ്രിയം. നമ്മൾ പറഞ്ഞ് ഏതൊരു സ്റ്റേജ് ആണോ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആകുന്നത് അതിനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതാണ് ഇവിടെയും പറഞ്ഞേക്കുന്നത്. ഇനി even after attaining equilibrium, the reactant molecules react to form products and at the same rate the product molecules react to form reactant molecules. അപ്പൊ ഇക്വിലിബ്രിയത്തിന്റെ സ്റ്റേജിൽ എന്ത് പറ്റും, റിയാക്ടന്റ് മോളിക്യൂൾസ് എന്ത് ചെയ്യും, റിയാക്ട് ചെയ്തിട്ട് പ്രൊഡക്ട്സ് മോളിക്യൂൾസും ഫോം ചെയ്യും. പ്രൊഡക്റ്റ് മോളിക്യൂൾസ് റിയാക്ട് ചെയ്തിട്ട് എന്തും ഫോം ചെയ്യും, റിയാക്ടന്റ് മോളിക്യൂൾസും ഫോം ചെയ്യും ഇക്വിലിബ്രിയത്തിൽ. ഹെൻസ് ഇൻ എ കെമിക്കൽ ഇക്വിലിബ്രിയം ഇസ് എ ഡൈനാമിക് ഇക്വിലിബ്രിയം അറ്റ് മോളിക്കുലാർ ലെവൽ. അപ്പൊ ഒരു കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ ഫോർവേഡ് റിയാക്ഷൻ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ റേറ്റും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ റിയാക്ടൻസ് റിയാക്ട് ചെയ്തിട്ട് പ്രൊഡക്റ്റും തരും, പ്രൊഡക്ട്സ് എന്ത് ചെയ്യും, റിയാക്ട് ചെയ്തിട്ട് റിയാക്ടൻസും തരും. അപ്പൊ ഒരു മോളിക്കുലാർ ലെവലിൽ അതെന്തായിരിക്കും, ഡൈനാമിക് ആയിരിക്കും. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ആ ഒരു സിസ്റ്റത്തിൽ റിയാക്ഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കണായിരിക്കും. ഇനി when nothing new is added to a system and nothing is removed from the system, such a system is called closed system. അപ്പൊ ഒരു ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പുതിയതൊന്നും ആഡും ചെയ്യല്ല, അവിടെ പ്രൊഡ്യൂസ് ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യല്ല, റിമൂവും ചെയ്യല്ല. അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ മാത്രമേ ഇക്വിലിബ്രിയം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇത്രയുമാണ് ഇക്വിലിബ്രിയത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് ഈക്വൽ ആയിരിക്കും. പിന്നെന്താണ്, റിയാക്ടൻസും പ്രൊഡക്ട്സും അവിടെ കോഎക്സിസ്റ്റ് ചെയ്യും. ഇനി ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്താലും റിയാക്ടന്റ് മോളിക്യൂൾസ് റിയാക്ട് ചെയ്തിട്ട് പ്രൊഡക്റ്റ് മോളിക്യൂൾസും തരും, പ്രൊഡക്റ്റ് മോളിക്യൂൾസ് റിയാക്ട് ചെയ്തിട്ട് റിയാക്ടന്റ് മോളിക്യൂൾസും തരും. അപ്പൊ ഒരു മോളിക്കുലാർ ലെവലിൽ എന്തായിരിക്കും, ഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരിക്കും കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇനി ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പുതിയതായിട്ട് അതിലേക്കൊന്നും ആഡും ചെയ്യല്ല, പ്രൊഡ്യൂസ് ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യല്ല, റിമൂവും ചെയ്യല്ല. അതാണ് ഒരു ക്ലോസ്ഡ് സിസ്റ്റം. അങ്ങനെ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ മാത്രമേ എന്ത് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇത്രയുമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇനി ഓക്കെ, നെക്സ്റ്റ് ഇൻഫ്ലുവൻസ് ഓഫ് കോൺസെൻട്രേഷൻ ഓൺ ഇക്വിലിബ്രിയം. നമ്മൾ Le Chatelier's പ്രിൻസിപ്പിൾ പറഞ്ഞു കോൺസെൻട്രേഷൻ, പ്രഷർ ഓർ ടെമ്പറേച്ചർ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും, സിസ്റ്റത്തിലും ചേഞ്ച് ഉണ്ടായിട്ട് പുതിയ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യും. അപ്പൊ ആ ഒരു സിസ്റ്റത്തിൽ എങ്ങനെയാണ് ചേഞ്ച് ഉണ്ടാകുന്നത് അതാണ് ഇവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് അമോണിയന്റെ പ്രിപ്പറേഷൻ തന്നെയാണ്. N2 plus 3H2 is 2NH3. അപ്പോ കോൺസെൻട്രേഷൻ ആണ് ഫസ്റ്റ് പറയണത്. ഇവിടെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യണേ, കൂട്ടാനായിട്ട് പോകുന്നതാണ്. അതായത് മോർ നൈട്രജൻ എന്ത് ചെയ്യണേ, ആഡ് ചെയ്യണേ. അപ്പൊ നൈട്രജൻ ആഡ് ചെയ്യുമ്പോ എന്ത് പറ്റും, റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും അല്ലെ. നൈട്രജൻ റിയാക്ടന്റ് ആണ്, സോ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും. നമുക്കറിയാം റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ ഏത് റിയാക്ഷൻ ആയിരിക്കും അവിടെ പ്രൊസീഡ് ചെയ്യുക, ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും അല്ലെ. അപ്പൊ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫോർവേഡ് റിയാക്ഷൻ എന്ത് പറ്റും, ഇൻക്രീസ് ചെയ്യും അല്ലെ. If the concentration of one of the reactants, nitrogen, is increased in this system at equilibrium, what changes are made by the system to rearrange itself according to Le Chatelier's principle? നോക്കാം എന്തൊക്കെ ചേഞ്ചസ് ആണ് എന്താണ്. ഫസ്റ്റ് വൺ, മോർ അമോണിയ വിൽ ബി ഫോംഡ് അല്ലെ. നമ്മൾ പറഞ്ഞ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ എന്ത് പറ്റും, ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, മോർ പ്രൊഡക്ട്സ് വിൽ ബി ഫോംഡ്. ഇവിടെ പ്രൊഡക്റ്റ് എന്താണ്, അമോണിയ. അപ്പൊ മോർ അമോണിയ വിൽ ബി ഫോംഡ്. ഇനി നെക്സ്റ്റ്, മോർ ഹൈഡ്രജൻ വിൽ ബി യൂസ്ഡ്. ഇവിടെ റിയാക്ടന്റ് ആയിട്ടുള്ളത് നൈട്രജനും ഹൈഡ്രജനുമാണ്. അപ്പൊ നൈട്രജന്റെ കൂടെ ഹൈഡ്രജനും കൂടി റിയാക്ട് ചെയ്താലേ എന്ത് കിട്ടുള്ളൂ, പ്രൊഡക്റ്റ് കിട്ടുള്ളൂ.
അപ്പൊ നൈട്രജന്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ എന്ത് കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടി വരും? ഹൈഡ്രജൻ കൂടുതലായിട്ട് ഉപയോഗിക്കണം. അപ്പൊ ഹൈഡ്രജൻ എന്ത് ചെയ്യും? കൂടുതൽ യൂസ് ചെയ്യും. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ വിൽ ഇൻക്രീസ്. അത് പറഞ്ഞു അല്ലെ? ഫോർവേഡ് റിയാക്ഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് കൂട്ടിയാൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ വിൽ ഇൻക്രീസ്. ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യോ സിസ്റ്റം? ഇല്ല. കാരണം ഇവിടെ ഓൾറെഡി എന്ത് റിയാക്ടന്റിന്റെ റേറ്റ് അല്ലെങ്കിൽ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്ത് സിസ്റ്റം അപ്പൊ എന്തിനെ ശ്രമിക്കുള്ളൂ? ആ ഒരു കോൺസെൻട്രേഷൻ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യാനേ ശ്രമിക്കുള്ളൂ. അതിനാണ് ഫോർവേഡ് റിയാക്ഷൻ നടത്തേണ്ടത്. അപ്പൊ കൂടുതൽ റിയാക്ടന്റ് എന്ത് ചെയ്യും? റിയാക്ട് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഫോം ചെയ്യും. പക്ഷെ ബാക്ക്വേർഡ് റിയാക്ഷൻ നടത്തിയാൽ എന്താ പ്രശ്നം? ഇവിടെ ഒന്നും കൂടി എന്ത് പറ്റും? കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് കൂടും അല്ലെ? ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ട്സ് റിയാക്ടൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ പ്രൊഡക്ട്സ് റിയാക്ട് ചെയ്തിട്ട് റിയാക്ടന്റ് മോളിക്യൂൾസ് ഫോം ചെയ്യണേ. ഇവിടെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്ത്? ഇൻക്രീസ് ചെയ്ത് കോൺസെൻട്രേഷൻ. പക്ഷേ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുമ്പോൾ പിന്നെയും കൂടണം. അപ്പൊ സിസ്റ്റം എന്ത് ചെയ്യില്ല? അതിനൊരിക്കലും ശ്രമിക്കില്ല. സിസ്റ്റം എപ്പോഴും അത് കുറക്കാനേ ശ്രമിക്കുള്ളൂ. അപ്പൊ ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യോ? ഇല്ല. ഫോർവേഡ് റിയാക്ഷനെ അവിടെ ഇൻക്രീസ് ചെയ്യുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ആക്ഷൻ, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ, ചേഞ്ച് ഇൻ റേറ്റ്. നേരത്തെ നമ്മൾ നോക്കിയ ആ ഒരു സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെ നോക്കുന്നത്. N2 plus 3H2 gives 2NH3. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അല്ലെങ്കിൽ ഫസ്റ്റ് കേസ് എന്താണ്? മോർ ഹൈഡ്രജൻ ഈസ് ആഡഡ്. ഹൈഡ്രജൻ കൂടുതൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് അല്ലെ? ഹൈഡ്രജൻ എന്താണ്? റിയാക്ടന്റ് മോളിക്യൂൾ ആണ്. അപ്പൊ റിയാക്ടന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പൊ റേറ്റിൽ എന്ത് ചേഞ്ച് ആണ് ഉണ്ടാകുന്നത്? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എന്ത് പറ്റും? ഇൻക്രീസസ് അല്ലെ? നമ്മ പറഞ്ഞ് റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുമ്പോ ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും എന്ത് പറ്റുക? ഇൻക്രീസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഇവിടെ എന്താണ് ആഡ് ചെയ്യണമെന്ന് കൊടുത്തിട്ടില്ല. കോൺസെൻട്രേഷനിൽ എന്ത് ചേഞ്ച് ആയി ഉണ്ടാകുന്ന നോക്കാം. ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ്. അപ്പൊ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ആണ് അവിടെ കൂടുന്നത്. അപ്പൊ എന്തായിരിക്കും ഇവിടെ ആഡ് ചെയ്യണത്? പ്രൊഡക്റ്റ് എന്താ ഇവിടെ ഉള്ളത്? അമോണിയ. അപ്പൊ മോർ അമോണിയ ഈസ് ആഡ്. അപ്പൊ എന്ത് പറ്റും? കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യും. പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? സിസ്റ്റം അത് കുറക്കാനായിട്ട് ശ്രമിക്കും. പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ സിസ്റ്റം എന്തിനു ശ്രമിക്കും? പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ അത് ഏത് റിയാക്ഷൻ നടക്കണം? ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കണം അല്ലെ? എങ്കിലല്ലേ പ്രൊഡക്റ്റ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുള്ളൂ? റിയാക്ടന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുള്ളൂ. അപ്പൊ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസസ്. ഇനി തേർഡ് കേസ് നോക്കാം. അമോണിയ ഈസ് റിമൂവ്ഡ്. ഇവിടെ ഉണ്ടായ പ്രൊഡക്റ്റ് എന്ത് ചെയ്ത്? എടുത്ത് റിമൂവ് ചെയ്ത്. അതായത് അവിടെ പ്രൊഡക്റ്റ് ഇല്ല. അപ്പൊ സിസ്റ്റം എന്തിനു ശ്രമിക്കും? പ്രൊഡക്റ്റ് കൂട്ടാനായിട്ട് ശ്രമിക്കും. ഇവിടെ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് എന്ത് പറ്റും? ഡിക്രീസസ് അല്ലെ? പ്രൊഡക്റ്റ് ആണ് നമ്മൾ എടുത്ത് മാറ്റിയത്. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ഡിക്രീസ് ചെയ്യും. അപ്പൊ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് അല്ലെ? അപ്പൊ സിസ്റ്റം എന്ത് ചെയ്യും? പ്രൊഡക്റ്റ് കൂട്ടാനായിട്ട് ശ്രമിക്കും. പ്രൊഡക്റ്റ് കൂട്ടാനായിട്ട് ഏത് റിയാക്ഷൻ കൂട്ടണം, അല്ലെങ്കിൽ ഏത് റിയാക്ഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യണം? ഫോർവേഡ് റിയാക്ഷന്റെ. നെക്സ്റ്റ് നോക്കാം. മോർ നൈട്രജൻ ഈസ് ആഡ്. നൈട്രജൻ എന്താണ്? റിയാക്ടന്റ് ആണ്. അപ്പൊ കൂടുതൽ നൈട്രജൻ ആഡ് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് എന്ത് പറ്റും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ ഫോർവേഡ് റിയാക്ഷൻ എന്ത് പറ്റും? ഇൻക്രീസ് ചെയ്യും. കാരണം എന്താ? സിസ്റ്റത്തിന് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യണം. അതിന് ഫോർവേഡ് റിയാക്ഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇനി നെക്സ്റ്റ് നൈട്രജൻ ഇസ് റിമൂവ്ഡ്. നൈട്രജൻ എന്ത് ചെയ്ത്? ഈ സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്ത്. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ഡിക്രീസസ് അല്ലെ? നൈട്രജൻ എന്താണ്? റിയാക്ടന്റ് ആണ്. അപ്പൊ അതിന്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യും. കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുമ്പോൾ ഫോർവേഡ് റിയാക്ഷൻ എന്ത് പറ്റും? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എന്ത് പറ്റും? ഡിക്രീസ് ചെയ്യും. സിസ്റ്റം എന്തിനായിരിക്കും ശ്രമിക്കണത്? കോൺസെൻട്രേഷൻ കുറച്ച് കഴിയുമ്പോൾ ആ കോൺസെൻട്രേഷൻ കൂട്ടാനായിട്ടേ ശ്രമിക്കുള്ളൂ. പക്ഷെ ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ നടന്നാൽ എന്ത് പറ്റും? കോൺസെൻട്രേഷൻ ഒന്നും കൂടി കുറയും. സിസ്റ്റം ഒരിക്കലും എന്ത് ചെയ്യില്ല? അതിന് ശ്രമിക്കില്ല. ഇവിടെ നൈട്രജന്റെ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും ഇൻക്രീസ് ചെയ്യണത്. ഫോർവേഡ് റിയാക്ഷൻ എന്ത് പറ്റും? ഡിക്രീസ് ചെയ്യും. ഫോർവേഡ് റിയാക്ഷൻ ഡിക്രീസസ്. ഇനി നെക്സ്റ്റ് ഹൈഡ്രജൻ ഈസ് റിമൂവ്ഡ്. ഹൈഡ്രജൻ റിമൂവ് ചെയ്യുമ്പോഴും ഈ സെയിം കേസ് തന്നെ. ഹൈഡ്രജനും എന്താണ്? റിയാക്ടന്റ് ആണ്. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എന്ത് പറ്റും? ഡിക്രീസ് ചെയ്യും. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് പറ്റും? ഇൻക്രീസ് ചെയ്യും അല്ലെ? സിസ്റ്റം എന്തിനായിരിക്കും ശ്രമിക്കണത്? ഈ ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട്. അതിന് ഏത് റിയാക്ഷൻ നടക്കണം?
ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കണം. എങ്കിലല്ലേ പ്രൊഡക്റ്റ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുള്ളൂ, റിയാക്ടൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുള്ളൂ. അപ്പൊ അതിനെന്ത് നടക്കണം, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കണം. ഓക്കെ, ഇനി ഇതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് നോക്കാം. എന്താണ്? അക്കോർഡിംഗ് ടു Le Chatelet's പ്രിൻസിപ്പൽ, ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ് ഈസ് ഇൻക്രീസ്ഡ് ഇൻ എ സിസ്റ്റമാറ്റിക് ഇക്വിലിബ്രിയം, നമ്മൾ എന്ത് ചെയ്യണം, കോൺസെൻട്രേഷൻ കൂട്ടണം. എന്തിന്റെ? റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ഇൻക്രീസ് ചെയ്യണത്? അറ്റ് ഇക്വിലിബ്രിയം ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇസ് ഇൻക്രീസ്ഡ്. ഫോർവേഡ് റിയാക്ഷൻ എന്ത് പറ്റും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പൊ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് പറ്റും? ഡിക്രീസ് ചെയ്യും. ഇനി നമ്മ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ആണ് കൂട്ടേണ്ടത്. ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഈസ് ഇൻക്രീസ്ഡ്, പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ എന്ത് പറ്റും? റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസസ്. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് പറ്റും? ഇൻക്രീസ് ചെയ്യും. ഫോർവേഡ് റിയാക്ഷൻ എന്ത് പറ്റും? അപ്പ ഡിക്രീസ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. റിയാക്ടന്റെ റേറ്റ് കൂട്ടിയാൽ അല്ലെങ്കിൽ റിയാക്ടന്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ എന്ത് പറ്റും? ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് പറ്റും? ഡിക്രീസ് ചെയ്യും. ഇനി പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഫോർവേഡ് റിയാക്ഷൻ എന്ത് പറ്റും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രഷർ ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയം. എക്സാമിൻ ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ ഫോർമേഷൻ ഓഫ് അമോണിയ. നമ്മൾ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ അമോണിയയുടെ ഫോർമേഷന്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. ഇൻ വിച്ച് സ്റ്റേറ്റ് ഡു ദ റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ് എക്സിസ്റ്റ്? ഏത് സ്റ്റേറ്റിലാണ് റിയാക്ടന്റും പ്രൊഡക്റ്റും എക്സിസ്റ്റ് ചെയ്യണത്? ഗേഷ്യസ് സ്റ്റേറ്റിലാണ് അല്ലെ? ഇവിടെ എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട് ഗ്യാസ് എന്ന്. ഇനി വിച്ച് ഫിസിക്കൽ സ്റ്റേറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ പ്രഷർ? പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ചേഞ്ച് ഉണ്ടാണ് ഫിസിക്കൽ സ്റ്റേറ്റ് ഏതാണ്? നമുക്കറിയാം ഗേഷ്യസ് സ്റ്റേറ്റ് ആണ് അല്ലെ? പ്രഷറിന് ഇൻഫ്ലുവൻസ് ഉള്ള സ്റ്റേറ്റ് ഏതാണ്? ഗേഷ്യസ് സ്റ്റേറ്റ്. ഒബ്സർവ് ദ അബവ് കെമിക്കൽ ഇക്വേഷൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഈ ഒരു ഇക്വേഷൻ നോക്കിയിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഹൗ മെനി മോൾസ് ഓഫ് റിയാക്ടന്റ് മോളിക്യൂൾസ് ആർ പ്രസന്റ്? നമ്മ മോൾ കൺസെപ്റ്റ് നോക്കിയപ്പോ പഠിച്ചിട്ടുണ്ടായി. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഉള്ള നമ്പേഴ്സ് ആണ് അല്ലെ? അപ്പൊ എത്ര മോൾസ് ഓഫ് ഹൈഡ്രജൻ ഉണ്ട്? 3 മോൾസ് ഓഫ് ഹൈഡ്രജനും 1 മോൾ ഓഫ് നൈട്രജനും ആണ് ഉള്ളത് അല്ലെ? ഇവിടെ 3 മോൾ ഓഫ് നൈട്രജനും, ഇവിടെ നൈട്രജന്റെ ഫ്രണ്ടിൽ എന്തില്ല? നമ്പർ ഇല്ല. അപ്പൊ അവിടെ എത്ര മോൾസ് ആണ്? 1 മോള്. അപ്പൊ 3 മോൾസ് ഓഫ് ഹൈഡ്രജനും 1 മോൾ ഓഫ് നൈട്രജനും. ടോട്ടൽ എത്ര മോൾസ് ഓഫ് ഉണ്ട്? റിയാക്ടൻസ് ഉണ്ട്? 4 മോൾസ് ഓഫ് റിയാക്ടൻസ് ഉണ്ട്. ഇനി ഹൗ മെനി മോൾസ് ഓഫ് പ്രൊഡക്റ്റ് മോളിക്യൂൾസ് ആർ പ്രസന്റ്? പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഈ അമോണിയ മാത്രമേ ഇവിടെ എന്ത്? പ്രൊഡക്റ്റ്. അതിന്റെ ഫ്രണ്ടിലുള്ള നമ്പർ എത്ര? 2. അപ്പൊ 2 മോൾസ് ഓഫ് അമോണിയ അല്ലെങ്കിൽ 2 മോൾസ് ഓഫ് പ്രൊഡക്റ്റ് ആണ് അവിടെ എന്ത് ചെയ്യണത്? ഫോം ചെയ്യണത്. ഇനി ചേഞ്ച് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ഫോർവേഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷനിൽ നടക്കുന്ന ചേഞ്ച് എന്താണ്? ഡാഷ് മോൾസ് ഓഫ് റിയാക്ടന്റ് മോളിക്യൂൾസ് റിയാക്ട് ഫോം ഡാഷ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് മോളിക്യൂൾസ്. എത്ര മോൾസ് ഓഫ് റിയാക്ടന്റ് ആണ്? 4 മോൾസ് ഓഫ് റിയാക്ടന്റ് മോളിക്യൂൾസ് റിയാക്ട് ഫോം 2 മോൾസ് ഓഫ് പ്രൊഡക്ട്സ് അല്ലെ? അതാണ് ഫോർവേഡ് റിയാക്ഷനിൽ നടക്കുന്നത്. ബാക്ക്വേർഡ് റിയാക്ഷനിൽ നടക്കുന്നത് എന്താണ്? ചേഞ്ച് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പൊ ബാക്ക്വേർഡ് റിയാക്ഷനിൽ എന്തായിരിക്കും ചേഞ്ച് ഉണ്ടാവുക? ഡാഷ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് മോളിക്യൂൾസ് ഡീകമ്പോസസ് ടു ഫോം ഡാഷ് മോൾസ് ഓഫ് റിയാക്ടൻസ്. എത്ര മോൾസ് ഓഫ് പ്രൊഡക്റ്റ് ആണ്? 2 മോൾസ് ഓഫ് പ്രൊഡക്റ്റ് ഡീകമ്പോസസ് ടു ഫോം എത്ര മോൾസ് ഓഫ് റിയാക്ടൻസ്? 4 മോൾസ് ഓഫ് റിയാക്ടൻസ്. അപ്പൊ നമ്പർ ഓഫ് മോൾസിൽ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട് അല്ലെ? 4 മോൾസ് ഓഫ് റിയാക്ടൻസ് റിയാക്ട് ചെയ്തിട്ടാണ് 2 മോൾസ് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. 4 മോൾസ് ഓഫ് റിയാക്ടൻസ് റിയാക്ട് ചെയ്തിട്ടാണ് 2 മോൾസ് ഓഫ് പ്രൊഡക്റ്റ് കിട്ടണത്. ബാക്ക്വേർഡ് റിയാക്ഷനിൽ എന്താണ്? 2 മോൾസ് ഓഫ് പ്രൊഡക്റ്റ് ഡീകമ്പോസ് ചെയ്തിട്ടാണ് 4 മോൾസ് ഓഫ് റിയാക്ടൻസ് കിട്ടണത്. ഇത് ഫോർവേഡ് റിയാക്ഷനും ഇത് ബാക്ക്വേർഡ് റിയാക്ഷനും. ഇങ്ങനെയാണ് റിയാക്ഷൻ എന്ത് ചെയ്യാ? പ്രൊസീഡ് ചെയ്യണത്. അവിടെ നമുക്ക് ബാക്കി നോക്കാം. ചേഞ്ച് ഇൻ വോളിയം ഇൻ ഫോർവേഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷനിൽ വോളിയത്തിന്റെ ചേഞ്ച്. ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ നോക്കണമെങ്കിൽ 4 മോൾസ് എന്നുള്ളത് അത് എത്ര മോൾസ് ആയി? 2 മോൾസ് ആയി. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഇവിടെ എന്ത് ചെയ്യണേ? ഡിക്രീസ് ചെയ്യണേ അല്ലെ? 4 മോൾസ് 2 മോൾസ് ആയി. നമ്പർ ഓഫ് മോൾസ് ഡിക്രീസ് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ വോളിയം എന്ത് പറ്റും? ഡിക്രീസ് ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്പർ ഓഫ് മോൾസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം.
നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസ് ചെയ്താൽ വോളിയം ഇൻക്രീസ് ചെയ്യും, നമ്പർ ഓഫ് മോൾസ് ഡിക്രീസ് ചെയ്താൽ വോളിയം ഡിക്രീസ് ചെയ്യും. അത് ഏത് ലോ ആണ്? അവോഗാഡ്രോസ് ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനി അപ്പൊ എന്ത് പറ്റും? ചേഞ്ച് ഇൻ വോളിയം ഇൻ ഫോർവേഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷനിൽ നമ്പർ ഓഫ് മോൾസ് ഡിക്രീസ് ചെയ്യണം, അപ്പൊ വോളിയം എന്ത് പറ്റും? ഡിക്രീസ് ചെയ്യും. ഇനി ചേഞ്ച് ഇൻ വോളിയം ഇൻ ബാക്ക്വേർഡ് റിയാക്ഷൻ. ബാക്ക്വേർഡ് റിയാക്ഷനിൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് എന്ത് പറ്റണേ? 2 മോൾസ് എന്നുള്ളത് 4 മോൾസ് ആയി. അപ്പൊ നമ്പർ ഓഫ് മോൾസ് അവിടെ ഇൻക്രീസ് ചെയ്യണേ, അപ്പൊ വോളിയം എന്ത് പറ്റണേ? ഇൻക്രീസ് ചെയ്യും. നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യും. അപ്പൊ ബാക്ക്വേർഡ് റിയാക്ഷനിലുള്ള ചേഞ്ച് എന്താണ്? വോളിയം ഇൻക്രീസസ്. ഓക്കെ. ഇനി at fixed volume, what happens to the pressure of a gaseous system if the number of molecules is increased? Number of molecules increase ചെയ്ത് അങ്ങനെയാണെങ്കിൽ പ്രഷറിൽ എന്ത് ചേഞ്ച് ആയിരിക്കും ഉണ്ടാകുക? അപ്പൊ നമുക്ക് നോക്കാം. നമ്പർ ഓഫ് മോൾസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആണ്. അതായത് നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസ് ചെയ്താൽ വോളിയം ഇൻക്രീസ് ചെയ്യും. വേറൊരു ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. അതായത് വോളിയം ഇൻക്രീസ് ചെയ്താൽ പ്രഷർ ഡിക്രീസ് ചെയ്യും. ഇത് ഏത് ലോ ആണ്? ബോയിൽസ് ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇവിടെ ഇൻക്രീസ് ചെയ്ത് വോളിയം എന്ത് പറ്റും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ പ്രഷർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. നേരെ തിരിച്ചാണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിക്രീസ് ചെയ്ത് വോളിയം ഡിക്രീസ് ചെയ്യും, പ്രഷർ എന്ത് പറ്റും? ഇൻക്രീസ് ചെയ്യും. ഇതാണ് നോക്കേണ്ടത്. ഇത് 2 ലോയും കൂടി കമ്പൈൻ ചെയ്ത് നമ്മൾ പറയണേ. ഇവിടെ പ്രഷർ എന്താണ്? പ്രഷറിന് എന്ത് പറ്റും എന്നാണ് ചോദിച്ചേക്കുന്നത്. എപ്പാ? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോ. ഓക്കെ, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ പ്രഷറിന് എന്ത് പറ്റും? പ്രഷർ ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ എന്ത് പറ്റും? ഡിക്രീസ് ചെയ്യും. അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ഇത് ഓർത്തിരുന്നാൽ മതി. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ ഡിക്രീസ് ചെയ്യും, പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ത് പറ്റും? ഡിക്രീസ് ചെയ്യും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, ഒരെണ്ണം കൂട്ടുമ്പോൾ മറ്റേത് കുറയും. നോക്കാം. അക്കോർഡിംഗ് ടു Le Chatelier's principle, when the pressure of a system at equilibrium is increased, പ്രഷർ എന്ത് ചെയ്ത്? ഇൻക്രീസ് ചെയ്ത് the system will try to attain equilibrium by reducing the pressure. അപ്പൊ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ നമ്മ എന്ത് പറ്റും? നമ്മ പ്രഷർ ഇൻക്രീസ് ചെയ്ത് അപ്പൊ സിസ്റ്റം എന്തിനു ശ്രമിക്കും? പ്രഷർ ഡിക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ സിസ്റ്റം എങ്ങനെയാണ് പ്രഷർ ഡിക്രീസ് ചെയ്യണത്? This is achieved by increasing the reaction in the direction where the number of moles of molecules decreased. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾ ഡിക്രീസ് ചെയ്യണ റിയാക്ഷൻ ഏതാണോ അങ്ങോട്ടേക്ക് റിയാക്ഷൻ എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇതാണ് ഇവിടുത്തെ റിയാക്ഷൻ നമ്മൾ എടുക്കുന്നത്. N2 plus 3H2 gives 2NH3. അപ്പൊ പ്രഷർ എന്ത് ചെയ്ത്? ഇൻക്രീസ് ചെയ്ത്. ഈ ഒരു റിയാക്ഷനിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സിസ്റ്റം എന്തിനു ശ്രമിക്കും? പ്രഷർ ഡിക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ എന്ത് പറ്റും? നമ്പർ ഓഫ് മോൾസ് കുറക്കണം. അതായത് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ സൈഡിലേക്കായിരിക്കും റിയാക്ഷൻ ഷിഫ്റ്റ് ചെയ്യണത്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് കുറയണ റിയാക്ഷൻ ഏതാണ്? ഫോർവേഡ് റിയാക്ഷൻ. അപ്പൊ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫോർവേഡ് റിയാക്ഷൻ എന്ത് പറ്റും? ഇൻക്രീസ് ചെയ്യും. ക്ലിയർ ആണോ? ഇവിടെ 4 മോൾസ് ഉണ്ട്, ഇവിടെ 2 മോൾസ് ഉണ്ട്. അപ്പൊ പ്രഷർ കൂട്ടി കഴിയുമ്പോൾ സിസ്റ്റം എന്തിനു ശ്രമിക്കും? പ്രഷർ കുറക്കാനായിട്ട്. അതിനെന്ത് ചെയ്യണം? നമ്പർ ഓഫ് മോൾസ് കുറക്കണം. പ്രഷർ കൂട്ടുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കുറക്കണം. അപ്പൊ അതിന് ഏത് സൈഡിലേക്ക് റിയാക്ഷൻ ഷിഫ്റ്റ് ചെയ്യും? ഫോർവേഡ് റിയാക്ഷൻ നടക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ഐഡന്റിഫൈ ദ ഇൻഫ്ലുവൻസ് ഓഫ് പ്രഷർ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ. അമോണിയന്റെ പ്രൊഡക്ഷനിൽ പ്രഷറിലുള്ള ഇൻഫ്ലുവൻസ് ആണ്. നോക്ക്, ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടന്റ് മോളിക്യൂൾസ്. ഇവിടെ പ്രഷർ ഇൻക്രീസ് ചെയ്ത് അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടന്റ് മോളിക്യൂൾസ് എന്താണ്? ഇവിടെ കൂടുതലാണ്, മോർ. അപ്പൊ പ്രഷർ ഇൻക്രീസ് ചെയ്തപ്പോ ഫോർവേഡ് റിയാക്ഷൻ എന്ത് പറ്റും? ഇൻക്രീസ് ചെയ്യും. അതെങ്ങനെയാണ്? ഇതാണ് റിയാക്ഷൻ. N2 plus 3H2 gives 2NH3. ഇതാണ് റിയാക്ഷൻ. പ്രഷർ എന്ത് ചെയ്ത്? ഇൻക്രീസ് ചെയ്ത്. പ്രഷർ കൂട്ടിക്കഴിയുമ്പോ സിസ്റ്റം എന്തിനു ശ്രമിക്കും? നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതിന് ഏത് റിയാക്ഷൻ നടക്കണം? ഫോർവേഡ് റിയാക്ഷൻ നടക്കണം. കാരണം ഇവിടെ 4 മോൾസും ഇവിടെ 2 മോൾസ് ആണ് ഉള്ളത്. അപ്പൊ ഇത് എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യണം. നമ്പർ ഓഫ് മോൾസ് ഡിക്രീസ് ചെയ്യണം പ്രഷർ കൂട്ടുമ്പോൾ. അപ്പൊ അതിന് ഏത് റിയാക്ഷൻ നടക്കും? ഫോർവേഡ് റിയാക്ഷൻ നടക്കും. അപ്പൊ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് ചെയ്യും? അപ്പൊ ഡിക്രീസ് ചെയ്യും. ഇനി ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഡക്റ്റ് മോളിക്യൂൾസ് എത്രയാണ്? റിയാക്ടറിനേലും കുറവാണ്, ലെസ് ആണ്. അങ്ങനെയാണെങ്കിൽ പ്രഷർ എന്ത് ചെയ്ത്? റെഡ്യൂസ് ചെയ്ത്.
പ്രഷർ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്ത് ചെയ്യാൻ ശ്രമിക്കും? കൂട്ടും അല്ലെ? പ്രഷർ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസ് ചെയ്യണം. അപ്പൊ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എന്ത് പറ്റും? ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? ഇവിടെ 4ന് 2 ആണ് ആകണത്. അതായത് നമ്പർ ഓഫ് മോൾസ് അവിടെ ഡിക്രീസ് ആണ് ചെയ്യണത്. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്താ ചെയ്യേണ്ടത്? പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്താ ചെയ്യേണ്ടത്? ഇൻക്രീസ് ആണ് ചെയ്യണത്. ഫോർവേഡ് റിയാക്ഷനിൽ നമ്പർ ഓഫ് മോൾസ് ഡിക്രീസ് ആണ് ചെയ്യണത്. അപ്പൊ ഫോർവേഡ് റിയാക്ഷൻ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അതായത് പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കൂട്ടണം. അതിന് ഫോർവേഡ് റിയാക്ഷൻ നടന്നിട്ട് കാര്യമില്ല. കാരണം 4ന് 2 ആണ് ആകണത്. കുറേലാണ് ചെയ്യണത്. നമുക്ക് ഇവിടെ എന്താണ് എയിം? നമ്മുടെ എയിം നമ്പർ ഓഫ് മോൾസ് കൂട്ടണം. അതിന് ഏത് റിയാക്ഷൻ നടക്കണം? ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കണം. അപ്പൊ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് പറ്റും? ഡിക്രീസ് ചെയ്യും. അപ്പൊ ഈ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യണമെങ്കിൽ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. പ്രഷർ ഡിക്രീസ് ചെയ്താൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഇതാണ് ഇവിടുത്തെ കൺസെപ്റ്റ് ഈ ഒരു സിസ്റ്റത്തിന്റെ കേസിൽ. ഇനി നെക്സ്റ്റ് നമുക്ക് വേറൊരു സിസ്റ്റം നോക്കാം. എക്സാമിൻ ദ ഫോളോയിങ് കെമിക്കൽ ഇക്വേഷൻ. അപ്പൊ ഈ ഒരു കെമിക്കൽ ഇക്വേഷൻ നോക്കണമെങ്കിൽ H2 + I2 gives 2H2. ഇവിടെ റിയാക്ടന്റ് മോളിക്യൂൾസ് നമുക്ക് നോക്കാം. റിയാക്ടന്റ് മോളിക്യൂൾസും പ്രൊഡക്റ്റ് മോളിക്യൂൾസും. അപ്പൊ ഇവിടെ ഒരു ഹൈഡ്രജനും ഒരു അയഡിനും ആണ് ഉള്ളത്. അപ്പൊ 1 + 1 എത്ര? 2 മോൾസ് ആണ് അവിടെ ഉള്ളത്. ഇവിടെ പ്രൊഡക്റ്റ് മോളിക്യൂൾസിൽ എത്രയാണുള്ളത്? 2 മോൾസ് ആണ് ഉള്ളത്. അപ്പൊ റിയാക്ടന്റ് മോൾസും പ്രൊഡക്റ്റ് മോൾസ് അല്ലെങ്കിൽ മോളിക്യൂൾസും എന്താണ്? സെയിം ആണ്. അതിന്റെ നമ്പർ സെയിം ആണ്. അപ്പൊ പ്രഷറിന് അവിടെ എന്തില്ല? ഇൻഫ്ലുവൻസ് ഇല്ല. അപ്പൊ പ്രഷറിന് ഇൻഫ്ലുവൻസ് ഉള്ള സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? റിയാക്ടന്റെയും പ്രൊഡക്റ്റിന്റെയും നമ്പർ എന്തായിരിക്കണം? അല്ലെങ്കിൽ അതിന്റെ മോൾസിന്റെ നമ്പർ എന്തായിരിക്കണം? ഡിഫറെന്റ് ആയിരിക്കണം. നമ്മൾ നേരത്തെ കണ്ടുപോലെ തന്നെ അമോണിയന്റെ കേസിൽ റിയാക്ടന്റ് 4ഉം പ്രൊഡക്റ്റ് മോൾസ് 2ഉം ആണ്. ഇതിൽ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇതിന് എന്തിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്? പ്രഷറിന് ഇതിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷെ ഈ ഒരു സിസ്റ്റത്തിൽ എന്താണ്? സെയിം നമ്പർ ആണുള്ളത്. അതുകൊണ്ട് പ്രഷറിന് എന്തില്ല? ഇൻഫ്ലുവൻസ് ഇല്ല അവിടെ. ഓക്കെ. വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടന്റ് മോളിക്യൂൾസ്? എത്രയാണ്? 2 ആണ് അല്ലെ? വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഡക്റ്റ് മോളിക്യൂൾസ്? 2. What is the relation between total number of reactant molecules and the total number of product molecules? എന്താണ് അതിന്റെ റിലേഷൻ? അത് രണ്ടും ഈക്വൽ ആണ് അല്ലെ? ഇനി does pressure influence this reaction? ഈ റിയാക്ഷനിൽ പ്രഷറിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകോ? ഇല്ല. അതെന്തുകൊണ്ടാണ് ഇൻഫ്ലുവൻസ് ഇല്ലാത്തത്? അവിടെ സെയിം നമ്പർ ആണ്. നമുക്കറിയാം പ്രഷർ ഒരു സിസ്റ്റത്തിൽ ഇൻക്രീസ് ചെയ്താൽ സിസ്റ്റം എന്തിനു ശ്രമിക്കും? നമ്പർ ഓഫ് മോൾസ് ഡിക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇവിടെ അങ്ങനെ ഒന്നും പോസിബിൾ അല്ല. കാരണം രണ്ടും എന്താണ്? ഈക്വൽ നമ്പർ ആണുള്ളത്. ഓക്കെ. ഇനി നമുക്കിപ്പോ കൺക്ലൂഷൻ ആയിട്ട് നോക്കാം. ഇനി റിവേഴ്സിബിൾ റിയാക്ഷൻ ഇഫ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ്. അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് റിയാക്ടന്റിന് പ്രൊഡക്റ്റിലും എന്തില്ല? ചേഞ്ച് ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ആണെങ്കിൽ in a gaseous state pressure will have no effect on the chemical equilibrium. പ്രഷറിന് എന്തില്ല? അവിടെ ഒരു എഫക്ട് ഉണ്ടാവില്ല. പ്രഷർ അപ്ലൈ ചെയ്യണത് കൊണ്ടോ അല്ലെങ്കിൽ പ്രഷർ കുറക്കണത് കൊണ്ടോ എന്തില്ല? അവിടെ ഒരു ഇൻഫ്ലുവൻസും ഇല്ല. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ. അപ്പൊ നമ്മ പ്രഷർ നോക്കി, കോൺസെൻട്രേഷൻ നോക്കി, നെക്സ്റ്റ് വൺ ആണ് ടെമ്പറേച്ചർ. ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ് അല്ലെ? എക്സോതെർമിക് ആണിത്. കാരണം എന്താണ്? ഇവിടെ പ്രൊഡക്റ്റ് സൈഡിലാണ് എന്തുള്ളത്? ഹീറ്റ് ഉള്ളത്. അതായത് ഹീറ്റ് ലിബറേറ്റ് ആണ് ചെയ്യണത്. ഹീറ്റ് ലിബറേറ്റ് ചെയ്യണ റിയാക്ഷൻസ് ആണ് എന്ത്? എക്സോതെർമിക് റിയാക്ഷൻ. ഹീറ്റ് അബ്സോർബ് ചെയ്യണ റിയാക്ഷൻസ് ആണ് എന്ത്? എൻഡോതെർമിക് റിയാക്ഷൻസ്. അപ്പൊ ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഹിയർ വിച്ച് ഈസ് എൻഡോതെർമിക് റിയാക്ഷൻ. അപ്പൊ ഫോർവേഡ് റിയാക്ഷനിലാണ് ഹീറ്റ് ഇവിടെ ഉള്ളത്. അതെന്താണ്? എക്സോതെർമിക്കും. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്തായിരിക്കും? എൻഡോതെർമിക്കും ആയിരിക്കും. ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് N2 + 3H2 gives 2NH3 പ്ലസ് ഹീറ്റ്. ഇതാണ് എന്ത്? ഫോർവേഡ് റിയാക്ഷൻ. ഇതെന്താണ്? എക്സോതെർമിക് ആണ് അല്ലെ? ഹീറ്റ് ലിബറേറ്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇത് എക്സോതെർമിക് ആണ്. ഇനി ബാക്ക്വേർഡ് റിയാക്ഷൻ നോക്കാം. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്തായിരിക്കും?
2NH3 പ്ലസ് ഹീറ്റ് അല്ലെ, അതല്ലേ പ്രൊഡക്റ്റ് സൈഡിലുള്ളത്, ഗീവ്സ് N2 പ്ലസ് 3H2. ഇതാണ് എന്ത്, ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇവിടെ ഹീറ്റ് ലിബറേറ്റ് ചെയ്യണതുകൊണ്ട് ഇതെന്താണ്, എക്സോതെർമിക് ആണ്, ഫോർവേഡ് റിയാക്ഷൻ. ഇവിടെ ഹീറ്റ് എവിടെയാ ഉള്ളത്, റിയാക്ടന്റ് സൈഡിൽ ആണുള്ളത്. അതുകൊണ്ട് എന്താണ്, ഇവിടെ എൻഡോതെർമിക് ആയിരിക്കും ഈ റിയാക്ഷൻ. അതായത് ഹീറ്റ് അബ്സോർബ് ആണ് ചെയ്യണത്. അപ്പൊ എന്തായിരിക്കും, എൻഡോതെർമിക് ആയിരിക്കും. അപ്പൊ ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക്കും ബാക്ക്വേർഡ് റിയാക്ഷൻ എന്തായിരിക്കും, എൻഡോതെർമിക്കും ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്, വിച്ച് ഈസ് എൻഡോതെർമിക് റിയാക്ഷൻ. എൻഡോതെർമിക് ഏതാണ്, ഇത് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് എൻഡോതെർമിക്. ഓൺ ഇൻക്രീസിംഗ് ദ ടെമ്പറേച്ചർ ദ സിസ്റ്റം ട്രൈസ് ടു റെഡ്യൂസ് ഇറ്റ് ബൈ ഇൻക്രീസിംഗ് ദ റേറ്റ് ഓഫ് എൻഡോതെർമിക് റിയാക്ഷൻസ്. അതായത് നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സിസ്റ്റം എന്തിനു ശ്രമിക്കും, റേറ്റ് ഓഫ് എൻഡോതെർമിക് റിയാക്ഷൻ കൂട്ടാനായിട്ട് ശ്രമിക്കും. അപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എൻഡോതെർമിക് റിയാക്ഷൻ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇവിടുത്തെ എൻഡോതെർമിക് റിയാക്ഷൻ ഏതാണ്, ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോ എൻഡോതെർമിക് റിയാക്ഷൻ കൂടും, അതായത് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ ടെമ്പറേച്ചർ ഹാസ് ടു ബി റെഡ്യൂസ്ഡ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്, ഡിസൈർഡ് പ്രൊഡക്റ്റ് എന്താണ്, അമോണിയാണ് നമുക്ക് വേണ്ടത്. പക്ഷെ ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്ത് പറ്റും, ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടും. അതായത് അമോണിയ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, നൈട്രജനും ഹൈഡ്രജനും ആയിട്ട് കൺവേർട്ട് ചെയ്യും. അത് നമുക്ക് വേണ്ട. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്, ഫോർവേഡ് റിയാക്ഷൻ കൂട്ടണം. അതിനെന്ത് ചെയ്യണം, സോ ടെമ്പറേച്ചർ ഹാസ് ടു ബി റെഡ്യൂസ്ഡ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ടെമ്പറേച്ചർ കുറക്കണം. അപ്പൊ ടെമ്പറേച്ചർ കുറച്ചാൽ എക്സോതെർമിക് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും, അതായത് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. ബട്ട് അറ്റ് ലോ ടെമ്പറേച്ചർ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഹാവിംഗ് ത്രെഷോൾഡ് എനർജി വിൽ ബി ലെസ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, ത്രെഷോൾഡ് എനർജി. ത്രെഷോൾഡ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യണത്, പ്രൊഡക്റ്റ് മോളിക്യൂൾസ് ഫോം ചെയ്യും. അതായത് ഇവിടെ അമോണിയന്റെ ഫോർമേഷൻ നോക്കണമെങ്കിൽ നൈട്രജനും ഹൈഡ്രജനും കൂടി കൊളൈഡ് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യണത്, അമോണിയ ഫോം ചെയ്യണത്. അപ്പൊ ത്രെഷോൾഡ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു മോളിക്യൂൾസിന് കൊളൈഡ് ചെയ്യാൻ ആവശ്യമായ എനർജി. എനർജിയാണ് എന്ത്, ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. അപ്പൊ ടെമ്പറേച്ചർ കുറക്കുമ്പോൾ എന്ത് പറ്റും, ഈ മോളിക്യൂൾസിന്റെ ത്രെഷോൾഡ് എനർജി കുറയും. അതായത് പ്രൊഡക്റ്റിന്റെ ഫോർമേഷൻ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടാനും പറ്റൂല, ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കുറക്കാനും പറ്റൂല. ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്ത് പറ്റും, എൻഡോതെർമിക് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും, ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും അവിടെ പ്രൊസീഡ് ചെയ്യണത്. ടെമ്പറേച്ചർ കുറച്ചാൽ എക്സോതെർമിക് റിയാക്ഷൻ കൂടും, പക്ഷേ അവിടെ എന്ത് പറ്റും, ത്രെഷോൾഡ് എനർജി കുറയും, മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യൂല. ഓക്കെ, അപ്പൊ ലോ ടെമ്പറേച്ചറിൽ എന്ത് പറ്റും, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഹാവിംഗ് ത്രെഷോൾഡ് എനർജി വിൽ ബി ലെസ്. Therefore, rate of forward and backward reactions get significantly reduced and hence the system will take more time to attain equilibrium. അപ്പൊ സിസ്റ്റത്തിലുള്ള മോളിക്യൂൾസിന്റെ ത്രെഷോൾഡ് എനർജി കുറയും. അപ്പൊ റിയാക്ഷന്റെ റേറ്റ് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. രണ്ടിന്റെയും, അതായത് ബാക്ക്വേർഡിന്റെയും ഫോർവേഡിന്റെയും റിയാക്ഷൻ റേറ്റ്സ് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. അപ്പൊ സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ എത്താൻ എന്ത് പറ്റും, കുറെ ടൈം എടുക്കും. അപ്പൊ എന്താണ് ഇതിനുള്ളൊരു സൊല്യൂഷൻ, അപ്പൊ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞൊരു ടെമ്പറേച്ചർ ഉണ്ട്. അതായത് ഏകദേശം ആ ഒരു ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാൻ പറ്റും. അതായത് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അമോണിയന്റെ കേസിൽ ഒപ്റ്റിമം ടെമ്പറേച്ചർ എത്രയാണ്, 450 ഡിഗ്രി സെൽഷ്യസ് ആണ് അമോണിയന്റെ കേസിൽ ഒപ്റ്റിമം ടെമ്പറേച്ചർ. ഓക്കെ, ഇനി അപ്പൊ ഒന്നും കൂടി പറയണമെങ്കിൽ ടെമ്പറേച്ചർ ആൻഡ് ഇക്വിലിബ്രിയം നോക്കണമെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ സിസ്റ്റം എന്തിനു ശ്രമിക്കും, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതെങ്ങനെയാണ് അറ്റൈൻ ചെയ്യണത്, എൻഡോതെർമിക് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യണ വഴി. ഇനി ടെമ്പറേച്ചർ എന്ത് ചെയ്ത് നമ്മ ഡിക്രീസ് ചെയ്ത്, അപ്പൊ സിസ്റ്റം എന്തിനു ശ്രമിക്കും, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതെങ്ങനെയാണ് അറ്റൈൻ ചെയ്യണത്, എക്സോതെർമിക് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ. ഇനി ഇവിടുത്തെ പ്രശ്നം എന്താണ്, നമ്മ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എൻഡോതെർമിക് ആയിരിക്കും ഇൻക്രീസ് ചെയ്യണം, അതായത് ബാക്ക്വേർഡ് റിയാക്ഷൻ ഉണ്ടാകും. ഇവിടെ എന്ത് ഫോം ചെയ്യും, നൈട്രജനും ഹൈഡ്രജനും ഫോം ചെയ്യും. അത് നമുക്ക് വേണ്ട. ഇനി ടെമ്പറേച്ചർ വളരെ കുറച്ചാൽ എന്ത് പറ്റും, ത്രെഷോൾഡ് എനർജി എന്തായിരിക്കും, കുറയും. അപ്പൊ കൂടുതൽ ടൈം എടുക്കും റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യാനായിട്ട്, ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യാനായിട്ടും കുറെ ടൈം എടുക്കും. അപ്പൊ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ആയ 450 ഡിഗ്രി സെൽഷ്യസ് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ ഹേബർ പ്രോസസ്സ് വഴി അമോണിയ സിന്തസിസ് ചെയ്യണത്. ഓക്കെ, അപ്പൊ ഒരു കൺക്ലൂഷൻ ആയിട്ട് നോക്കണമെങ്കിൽ ഇൻ എ സിസ്റ്റം അറ്റ് ഇക്വിലിബ്രിയം ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ വിൽ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് എൻഡോതെർമിക് റിയാക്ഷൻ. ടെമ്പറേച്ചർ
ഇൻക്രീസ് ചെയ്താൽ എൻഡോതെർമിക് റിയാക്ഷൻ എന്ത് പറ്റും? ഇൻക്രീസ് ചെയ്യും. ഇനി ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ വിൽ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് എക്സോതെർമിക് റിയാക്ഷൻ. ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്താൽ ഏത് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും? എക്സോതെർമിക് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ടെമ്പറേച്ചറും ഇക്വിലിബ്രിയം തമ്മിലുള്ള റിലേഷൻ വന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് കാറ്റലിസ്റ്റ്. ലാസ്റ്റ് വൺ ഇതാണ് കാറ്റലിസ്റ്റ്. You know that catalysts are substances which increase the rate of reaction. അപ്പൊ കാറ്റലിസ്റ്റ് എന്താണ്? ഒരു റിയാക്ഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ് കാറ്റലിസ്റ്റ്. In a reversible reaction, catalysts increase the rate of both forward and backward reaction at the same extent. അപ്പൊ ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ കാറ്റലിസ്റ്റ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും, അറ്റ് ദ സെയിം ടൈം ബാക്ക്വേർഡ് റിയാക്ഷനും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ആസ് എ റിസൾട്ട് ദ സിസ്റ്റം റീച്ചസ് ഇക്വിലിബ്രിയം വെരി ഫാസ്റ്റ്. അപ്പൊ കാറ്റലിസ്റ്റിന്റെ ഇൻഫ്ലുവൻസ് എന്താണ് റിവേഴ്സിബിൾ റിയാക്ഷനിൽ എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? കാറ്റലിസ്റ്റ് എന്ത് ചെയ്യും? ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും സെയിം എക്സ്റ്റെന്റിൽ കൂട്ടും, അതായത് റിയാക്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ എന്ത് പറ്റും? സിസ്റ്റത്തിന് പെട്ടെന്ന് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ടു ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഓഫ് എ system at equilibrium when a catalyst is added? എന്ത് പറ്റും? റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും അല്ലെ? റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ്. ഇനി വാട്ട് ഇസ് എ കാറ്റലിസ്റ്റ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് അമോണിയ? നമ്മ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ അമോണിയന്റെ മാനുഫാക്ചറിൽ യൂസ് ചെയ്യണ കാറ്റലിസ്റ്റ് ഏതാണ്? സ്പോഞ്ചി അയൺ അല്ലെ? സ്പോഞ്ചി അയൺ ആണ് അമോണിയന്റെ മാനുഫാക്ചറിൽ യൂസ് ചെയ്യണ കാറ്റലിസ്റ്റ്. സ്പോഞ്ചി അയൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനലി ഡിവൈഡ് ചെയ്തിട്ടുള്ള അയൺ. നമുക്കറിയാം സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്താൽ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതായത് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് കാറ്റലിസ്റ്റ് റിയാക്ട് ചെയ്യും സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്താൽ. അപ്പൊ സ്പോഞ്ചി അയൺ എന്ന് പറഞ്ഞാൽ ഫൈനലി ഡിവൈഡ്, ഭയങ്കര പൗഡർ ആയിട്ടുള്ള അയൺ ആണ് സ്പോഞ്ചി അയൺ. അതാണ് നമ്മുടെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണത്. ഇനി ദ മാനുഫാക്ചർ ഓഫ് അമോണിയ ഇസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ വിച്ച് കണ്ടീഷൻസ് ആർ ഫേവറബിൾ ടു ഒബ്റ്റെയിൻ മോർ പ്രോഡക്റ്റ്. അപ്പൊ ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് മാനുഫാക്ചർ ഓഫ് അമോണിയ എന്ന് പറയുന്നത്. ഏതൊക്കെ കണ്ടീഷൻസ് ആയിരിക്കും അതിന് ഫേവറബിൾ ചെയ്യണത്? നമുക്ക് എന്ത് ചെയ്യാം? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് കൂട്ടണം, പിന്നെ പ്രഷർ എന്ത് ചെയ്യണം? കൂട്ടണം, പിന്നെ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? 450 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം ടെമ്പറേച്ചർ, നമ്മൾ പറഞ്ഞു ഒപ്റ്റിമം ടെമ്പറേച്ചർ. അതേപോലെ തന്നെ കാറ്റലിസ്റ്റ് ആയിട്ട് എന്ത് യൂസ് ചെയ്യാം? സ്പോഞ്ചി അയൺ യൂസ് ചെയ്യാം. ഓക്കെ, ഇത്രയുമാണ് കണ്ടീഷൻസ്, ഒപ്റ്റിമം കണ്ടീഷൻസ് ടു ഒബ്റ്റെയിൻ അമോണിയ. എന്തൊക്കെയാണ്? കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ് ഇൻക്രീസ് ചെയ്യാം, പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സ് ഡിക്രീസ് ചെയ്യാം അല്ലെ? അവിടെ ഫോം ചെയ്യണ അമോണിയ ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. N2 + AH2 is 2NH3. ഇവിടെ ഫോം ചെയ്യണ അമോണിയ മോളിക്യൂൾസ് അപ്പൊ തന്നെ റിമൂവ് ചെയ്താൽ എന്ത് പറ്റും? പിന്നെയും ഫോർവേഡ് റിയാക്ഷൻ ഫേവർ ചെയ്യും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ എന്ത് കിട്ടും? മോർ ആൻഡ് മോർ അമോണിയ നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ് കൂട്ടാം, കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാം? റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് പ്രൊഡക്ട്സ് റിമൂവ് ചെയ്യാം. പിന്നെ പ്രഷർ ഇൻക്രീസ് ചെയ്യാം. 450 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിന്റെ ഒപ്റ്റിമം ടെമ്പറേച്ചർ. സ്പോഞ്ച് അയൺ എന്ത് ചെയ്യാം? കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇത്രയും കണ്ടീഷൻസ് ആണ് ഹേബർ പ്രോസസ്സിൽ അമോണിയന്റെ സിന്തസിസിൽ യൂസ് ചെയ്യണത്. ഓക്കെ, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.